ഹലോ ഹായ് എല്ലാവർക്കും കേരള നാടൻ കൂട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഈദ്ഗാഹിനടുത്തുള്ള നെല്ലിപ്പുലാവ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ആണ്. അത് താജ് മുംബൈ റെസ്റ്റോറന്റ് എന്നാണ് ഇതിന്റെ പേര്. ബന്നു ബീഫ് നെല്ലിപ്പുലാവ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ള ഒരു ഷോപ്പാണിത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പൊ നമുക്ക് അന്ന് അകത്ത് പോയി നോക്കാം, അവരുടെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്. അപ്പോ നെല്ലിപ്പുലാവ് കഴിക്കാൻ വന്നേക്കാണ്. ഹായ് സുമൻ. അപ്പോ എന്താണ് പേര്? നൂർ നൂർ മുഹമ്മദ്. ഓക്കെ ഓക്കെ. അപ്പോ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഓക്കെ, സ്പെഷ്യൽ പിന്നെ ഇതാണ് നെല്ലിപ്പുലാവ്. ഇത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം. ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 1 kg 26 gram, half kg 1350. ഓക്കെ, ഹാഫ് കെ ജി. ഹാഫ് കെ ജി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നെല്ലി അതിനകത്തുണ്ടാവും? ഒരു നെല്ലിയാണ്. ഹാഫ് kg ഒരു നെല്ലി ഉണ്ടാവും, പിന്നെ ഫുൾ kg 2 നെല്ലി ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ആ നെല്ലി പുലാവ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഈ നെല്ലി എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത് 2 നെല്ലിപ്പുലാവും പിന്നെ വന്നിട്ട് ഒരു നമ്മുടെ സുമൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കും എന്റെ ഫ്രണ്ടും കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിപ്പുലാവാണ്. അപ്പൊ നെല്ലിപ്പുലാവ് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല തിരക്കുള്ള ഒരു ടൈമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നെല്ലിപ്പുലാവിന്റെ ഒരു സ്പെഷ്യൽ കേന്ദ്രമാണ്. വളരെ റേറ്റ് ഒക്കെ വളരെ കുറവാണ്. നല്ല ഒരു ടേസ്റ്റി സാധനമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ നെല്ലിപ്പുലാവ് വന്നിട്ടുണ്ട്. ഇതൊരു 13 രൂപ 50 പൈസക്ക് എന്ന് പറയണ 50 എന്ന് പറയുന്ന ദറംസിനൊരു ഭയങ്കരമാണ് സംഭവം. സ്പൂണൊന്നും തൊടുന്നില്ല, ഞാൻ സ്പൂണ് തൊടാതെ ഇത് മാത്രം ഇങ്ങനെ നോക്കിയാണ്. വാവ്, ഇതാണ് യഥാർത്ഥ ഈ നെല്ലി എന്ന് പറയുന്ന സാധനം. നെല്ലിയുടെ അകത്താണ് ഈ മജ്ജ ഇരിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. നല്ല ഒരു മുട്ടൻ പീസാണ് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുഴുവനും ഇതാണ്, മൊത്തം ബീഫാണ്. ഇത് നിറയെ ബീഫിന്റെ പീസുകളാണ്. ഭയങ്കര ഒരു നെയ്യിലാണ്, ബീഫിന്റെ നെയ്യാണ് ഇതിനകത്ത് കൂടുതലും ചേർത്തിരിക്കുന്നത്. അത് വന്നിട്ട് ചിക്കൻ ബിരിയാണിയാണ്. നമ്മുടെ സുമന് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. അതും വളരെ നല്ല, കാണാനൊക്കെ നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇതെന്താണ്, റൈത്ത, നമ്മുടെ ഒരു റൈത്തയൊക്കെ ഉണ്ട്. അപ്പൊ റൈത്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈത്ത നല്ല എരിവൊക്കെ ഉള്ള അടിപൊളിയാണ്. ഇതെന്താണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഒരു ജ്യൂസ്, ലെമൺ ഓക്കെ. ഒരു ഇത് നൂറുബായി, ഇത് എന്താണ് സാധനം? ഇത് അതിന്റെ തന്നെ വലിയ നെല്ലിയാണല്ലേ? ഓ, വലിയ 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 നെല്ലിയാണ്. ഇത് നമ്മളെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും നമുക്ക് യൂട്യൂബിൽ ഇടാനാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ സ്പെഷ്യലായിട്ട് കൊണ്ടുതന്നാണ്. ഇത് നമുക്ക് ഫ്രീ ആണല്ലേ? ഇതിന് ചാർജസ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഞാനൊന്ന് ബീഫുമായിട്ടൊന്നൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണം. നല്ല വളരെ എന്ത് സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സാധനം. കണ്ടോ, ഒട്ടും കട്ടി പോലുമില്ല. ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളതല്ലേ. ഇതൊന്ന് ഭയങ്കര റൈസ് എല്ലാം നമ്മുടെ ഒരു ഭയങ്കര ടേസ്റ്റിയാണ്. കാണണം, ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒന്നും പറയാനില്ല, അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ്. പക്ഷെ ഇത് ഒരു ഫുൾ ബിരിയാണി കഴിച്ചാൽ എന്താ പറയണ, നല്ല കിക്കാവും. കാര്യം അത്രയ്ക്ക് നല്ലൊരു ഓയിലിയാണ്. ഭയങ്കര അതിന്റെ ആ മജ്ജ എല്ലാം കൂടെയൊക്കെ ചേർന്ന് വരുന്ന റൈസാണ്. ഇത് കൂടെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വായിലോട്ട് വെച്ച ചവയ്ക്കൊന്നും വേണ്ട, ഇറങ്ങിയൊന്ന് പോവുകയാണ് ആ ടേസ്റ്റ്. ഇതിന്റെ നെല്ലി ഒന്ന് തട്ടിയിടാൻ നോക്കിയത്. നെല്ലി നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ ഭയങ്കര കൊഴുപ്പ് പോകും. അതുകൊണ്ട് ഞാൻ വലിക്കുന്നില്ല. ശരിയണ്ട, ഇതാണ് നെല്ലിയുടെ ഒരു ഇത് അടുത്തതുണ്ട്. പിന്നെ ഇത് 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് മിക്സ് ചെയ്യണം. ചോറിലൂടെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കണം.
ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാ. നമ്മളിതിന് എപ്പോഴും കഴിക്കണ്ട, വല്ലപ്പോഴും കഴിച്ചാൽ മതി. അതൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, താങ്ക്സ്. നമ്മുടെ ഷാന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷാന്റെ നെല്ലി വേണ്ടാന്ന് ഷാനി, അപ്പോ അതുകൊണ്ട് അവൻ നെല്ലിയൊക്കെ ഒഴിവാക്കി വെച്ചു. പക്ഷെ ഈ ഇരിക്കണ വലിയ നെല്ലി അവനുള്ളതാണ്. ഷാൻ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഷാൻ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആണ്. നമ്മുടെ ഷാനും സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഷാൻ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഷാൻ കഴിച്ചിട്ട് എന്താണ് ഷാന്റെ ഒരു അഭിപ്രായം? സൂപ്പറാണ്. ഓക്കെ, ഷാന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ സുമന്ത് ചിക്കൻ ബിരിയാണി ഏകദേശം ഫിനിഷായി. ഞാനിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇത് കഴിച്ചതിന്റെ ആ ഒരു ടേസ്റ്റിന്റെ എക്സൈറ്റഡ് ഷാന്, ബീഫ് എങ്ങനെയുണ്ട്? നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഒരു തുടമ്പഴത്തേക്ക് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു ഭയങ്കര ഇതായിട്ടുണ്ട്. എല്ലാ ബീഫും ആ ഒരു മൊത്തം ഒരു ചോറുമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഗംഭീരം. സൂപ്പർ അല്ലേ? സൂപ്പർ. അപ്പോ നമ്മളിനി ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അഭിജിത്താണ് ഇവിടുത്തെ കംപ്ലീറ്റ് മേലിലോട്ട് നോക്കുന്നത്. ആകെ ഒരു മലയാളിയേ ഉള്ളൂ, പുള്ളിക്കാരനാണ്. മറ്റേ നേരത്തെ നമ്മൾ സംസാരിച്ച തമിഴാണ്. പിന്നെ ബാക്കിയെല്ലാം വേറെ സ്റ്റേറ്റുകാരൊക്കെയാണ്. പുള്ളി നമ്മളെ ഇവിടെ വിളിച്ചു, നമ്മൾ വന്ന്. അപ്പൊ നല്ല ഫുഡാണ്. ഈ ഒരു നെല്ലി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇവിടെ വേറെ ഇവിടെ അടുത്തൊന്നും ഇല്ല. ഈ ബീഫിന്റെ നെല്ലി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതാണ് നമ്മുടെ അഭിജിത്ത്, ഇവിടുത്തെ ക്യാപ്റ്റനാണ്. പുള്ളിയാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയതും എല്ലാം. ഇത് അഭിജിത്ത്, ഇത് എത്രാമത്തെ ഷോപ്പാണ്? ഇത് 4ാമത്തെ ഷോപ്പാണ്. ആ, ഓക്കെ. ഓക്കെ. മമ്മൂക്കായൊക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ളതാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവിടെ എപ്പോഴും തിരക്കാണല്ലേ? ഇവിടെ 24 hour ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ. എപ്പോഴും തിരക്ക് തന്നെയാണ്. ഓക്കെ. ഹലോ, എൻ്റെ പേര് അൻവർ. നമ്മുടെ ഒരു ചാനലാണ്, ഒരു യൂട്യൂബ് ചാനലിന്. അപ്പോൾ ആ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു വന്നതാണ്. അപ്പൊ നിങ്ങളും അത് നോക്കി വന്നതാണല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ ഈ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അതായത് ബീഫ് നെല്ലി പുലാവ്. അപ്പൊ അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ടേസ്റ്റ് എങ്ങനെ? നമ്മൾ അങ്ങോട്ട് വായി വയ്ക്കുമ്പോ തന്നെ ഇറങ്ങി പോവുകയാണ്. എന്താണ് പേര്? ഹരീഷ്. എൻ്റെ പേര് അൻവർ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസം, അതെ പലയിടത്തുനിന്ന് വന്നതാണ്? ഓ മൈ ഗോഡ്, അബുദാബിയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഞങ്ങൾ അബുദാബിയിലോട്ട് വരുന്നുണ്ട്. കാണാം, വിളിക്കാം. ഓക്കെ, താങ്ക്സ്. അപ്പോ നമുക്ക് ഇങ്ങനെ ക്യാപ്പെല്ലാം തന്നിട്ടുണ്ട്. അകത്ത് ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് അപ്പോ നമ്മുടെ ഷെഫിന് ഒന്ന് കാണുകയാണ്. ഇതാണ് നമ്മുടെ ഈ കറിയും ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന ഷെഫ്. എന്താണ് പേര്? മുഹമ്മദ് ആഫിദ്. ഓക്കെ. നമ്മുടെ പേര് മുഹമ്മദ് ആഫിദ് എന്നാണ്. നമ്മുടെ ഒരു കിച്ചണിന്റെ നമ്മുടെ നെല്ലി പുലാവ് ഉണ്ടാക്കുന്നത്. ഇത് നെല്ലി പുലാവ്. ശരി. നെല്ലി പുലാവ് तैयार कर दे। अच्छा। ओके, उस्ताद क्या नाम है आपका? रफीक खान। मेरा नाम अनवर है। अच्छा, टेस्ट इसके लिए आपको आपके मिलने के लिए ट्राई किया, इसके लिए अपना वो आदमी बोला ओके रेडी करेगा, बोला सब्जी करेगा। अच्छा, देखने के लिए अच्छा है। रेडी करेगा। थोड़ा देख सकते हैं? अच्छा। बर्तन निकालो। ओ माय गॉड, ये നെല്ലി पुलाव, वाव, इतना टेस्टी है, इसके लिए आया था। ओके, अच्छा है। ओके, थैंक यू, शुक्रिया। वो कड़ा सेट होएगा, बाद में वो रेडी करेगा। बिल्कुल। आधा घंटा में रेडी होएगा। कौन सा? आधे घंटे बाद ये रेडी, उतना रेडी। ये आने का टाइम, मेरे महीने का टाइम उसमें हम चावल शुरू हो जाएगा, फिर इसमें चावल थोड़ा घुमाएगा तो उसका നെല്ലി देखने के लिए। वाव, गुड। वाव, काला
താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഫുഡെല്ലാം കഴിച്ചു, നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഈ ബണ്ടി ബീഫ് നെല്ല് പുലാവ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈദ്ഗാവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ബസ്സിൽ വരുന്നവർക്കായാലും ടാക്സിയിൽ വരുന്നവർക്കായാലും നമ്മുടെ അൽഫത്തെ മസ്ജിദ് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫത്തെ മസ്ജിദിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും. ഈ ഈദ്ഗാവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതാണ് ഏരിയ അൽബറഹ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.